നമ്മൾ ഇന്ന് സംസാരിക്കാൻ തീരുമാനിച്ചിരുന്ന വിഷയം പുതിയ തലമുറയിലെ കൊറിയൻ അഭിനിവേശം എന്ന് വേണമെങ്കിലും പറയാം, അധിനിവേശം എന്ന് വേണമെങ്കിലും പറയാം. വളരെ ആഴത്തിൽ പഠിക്കേണ്ട, വളരെ വിസ്താരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടും അധിനിവേശത്തിന്റെ ഇരകളായത് പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 85% പെൺകുട്ടികളും സ്ത്രീകളുമായതുകൊണ്ടും നമ്മളത് അടുത്ത ഒരു സെഷനിലേക്ക് മാറ്റി വെക്കുകയാണ് എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയാം എന്നാണ് കരുതുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും സാമൂഹ്യ മാധ്യമത്തിലെ കാര്യങ്ങളെയാണ്. ഈ സോഷ്യൽ മീഡിയ ഒരു 2010 ആ ഒരു സമയത്തോടു കൂടി അത് വല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന ആ ഒരു കാലം മുതൽ കുറെ പുതിയ വാക്കുകൾ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ ചിലതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അതിലെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. എൻ്റെ വിഷയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അതുപോലെ തന്നെ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്ന് പറയുന്ന മാതിരി നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിൽ കയറുന്നവരും മോട്ടിവേറ്റേഴ്സാണ്. ആ മോട്ടിവേഷൻ അതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർത്ത പ്രശ്നങ്ങളും എങ്ങനെ നമുക്ക് അതിനോട് പൊരുതാം എന്നതുമാണ് എൻ്റെ വിഷയം. ഇൻഫ്ലുവൻസേഴ്സ് എന്ന വാക്കിന് എന്താണ് അർത്ഥം? ഒരു കൂട്ടം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന, അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഇൻഫ്ലുവൻസേഴ്സ്. ഇത് സാമൂഹ്യ മാധ്യമം വരുന്നതിന് മുമ്പേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ആ കാലത്ത് ഇൻഫ്ലുവൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ കലാകാരന്മാരായിരിക്കും, അല്ലെങ്കിൽ പ്രഭാഷകന്മാരായിരിക്കും. നമുക്കൊക്കെ അറിയാം, സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള പ്രഭാഷകൻ, വിജയമാഷൻ പോലെയുള്ള ആൾക്കാർ ഒക്കെ ഒരു കാലത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു. സിനിമക്കാരുണ്ടായിരുന്നു ആ കാലത്ത്. അന്നത്തെ മാധ്യമങ്ങൾ പത്രങ്ങളായിരുന്നു, പുസ്തകങ്ങളായിരുന്നു, പിന്നെ പിൽക്കാലത്ത് TV, ടെലിവിഷൻ ഒക്കെ ആയിരുന്നു. പക്ഷെ അന്ന് നമ്മുടെ ഇൻഫ്ലുവൻസർ എന്ന വാക്കിന്റെ അർത്ഥം ഒരു കൂട്ടം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്ന് അടിവരയിട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ വന്ന ശേഷം ഇൻഫ്ലുവൻസറുടെ അർത്ഥം കുറച്ചൊന്ന് മാറും. ഒരു കൂട്ടം ആൾക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുന്നവരായി ഇൻഫ്ലുവൻസർ. ഒരു വിവരം, ഒരു കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നത് ഒരു ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റിയിൽ ആവശ്യപ്പെടുന്നത് അവിടുത്തെ വിപണന സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ പുതിയ കാല ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പുള്ള ഇൻഫ്ലുവൻസേഴ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം, പണ്ടൊരാൾ ഒരു ഇൻഫ്ലുവൻസർ ആകണമെങ്കിൽ അയാൾ ആദ്യമായി അയാളുടെ ക്രെഡിബിലിറ്റി ലോകത്ത് തെളിയിക്കണം. പ്രഭാഷകനായി വരണമെങ്കിൽ കുറെ പണിയുണ്ട്. അല്ല, ഒരു നടനായി, ഒരു ആക്ടറായി വരണമെങ്കിൽ അദ്ദേഹം ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട്. അതല്ല, ഒരു എഴുത്തുകാരനായി വരണമെങ്കിൽ അയാൾ ആ ഫീൽഡിൽ കുറെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പുതിയ കാലത്ത് ഒരാൾക്ക് ഇൻഫ്ലുവൻസർ ആവണമെങ്കിൽ ഒരൊറ്റ രാവിലെ ഒരൊറ്റ തെറി സോഷ്യൽ മീഡിയയിൽ എഴുതി ഇട്ടാൽ പിറ്റേ രാവിലേക്ക് അയാൾ ഇൻഫ്ലുവൻസർ ആവും. ഓവർനൈറ്റ് ആൾക്കാരെ നമ്മുടെ ഫോളോവേഴ്സ് ആക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസറായി. രണ്ടാമത്തെ വ്യത്യാസം, പഴയ ഇൻഫ്ലുവൻസർമാർക്ക് ദേശപരിമിതികൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികൻ കേരളത്തിൽ തന്നെ ഒതുങ്ങും. മാക്സിമം പോയാൽ ഒരു സൗത്ത് ഇന്ത്യയിലെത്തും. ഇന്ത്യയിൽ വല്ല അറിയപ്പെടുന്ന ഒരാൾ, ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലെ പരിമിതിക്കായിരിക്കും. പുതിയ കാലത്ത് അതല്ല, ലോകം മുഴുവനാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ വ്യാപ്തി, എവിടെയും വ്യാപിക്കാം. മൂന്നാമത്തെ വ്യത്യാസം, പഴയ കാലത്ത് ഒരാൾക്ക് ഒരു കൂട്ടരെ സ്വാധീനിക്കണമെങ്കിൽ അയാൾ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ആളായിരിക്കണം. പുതിയ കാലത്ത് പോസിറ്റിവിറ്റിയേക്കാൾ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നത് നെഗറ്റിവിറ്റിയാണ്. ആ ഒരു ബാരിയറും എടുത്തുപോയി. അപ്പോ വളരെ വോളറ്റൈലായ, വളരെ വിസ്തൃതമായ ഒരു സൈബർ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും
സംബോധന ചെയ്യാനും കയ്യിലെടുക്കാനും ഫോളോവേഴ്സായി കൊണ്ട് നടക്കാനും സാധിക്കുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായി വരുന്നതോടുകൂടി പിന്നെ സംഭവിക്കുന്നത് പഴയകാല പരസ്യങ്ങൾക്ക്, പഴയകാല വിപണന തന്ത്രങ്ങൾക്ക് പുതിയ കാല ഇൻഫ്ലുവൻസേഴ്സ് ഉപയോഗിക്കപ്പെടുക എന്നതാണ്. മുമ്പ് ഒരു സാധനം വിൽക്കണമെങ്കിൽ അതൊരു പരസ്യമായി പത്രത്തിൽ കൊടുക്കണം. നമ്മളൊക്കെ പണ്ട് വായിച്ചു, വളരെ മുമ്പ്, ഇന്ത്യയൊക്കെ വളരെ മുമ്പ്, വാപ്പൻ്റെ ഒക്കെ കാലത്തായിരിക്കും, എന്തായാലും ഒരു പരസ്യമാണ് നിങ്ങൾക്ക് പിന്നെ തണുപ്പുള്ള ഡിസംബർ മാസങ്ങളിൽ രാവിലെ നേരത്തെ നീറ്റ് ഉഷാറായി സുബൈ നിസ്കരിക്കാൻ പോകണമെങ്കിൽ കാജാ ബീഡി ഉപയോഗിക്കുക. ചന്ദ്രിക പത്രത്തിലും മാതൃഭൂമി പത്രത്തിലൊക്കെ ആ കാലം വരുന്ന പരസ്യമാണ്. അവിടുത്തെ ഇൻഫ്ലുവൻസർ നിസ്കാരം എന്നുള്ള സംഭവമാണെങ്കിൽ, അവിടുത്തെ മീഡിയ പത്രമായിരുന്നെങ്കിൽ ഇന്ന് നമുക്കത് ചിരി വരും. അതായിരുന്നു അന്നത്തെ ഒരു പരസ്യം. അല്ലെങ്കിൽ ഒരു പരസ്യം കാണുക, ഏതെങ്കിലും ഒരു സിനിമാ നടൻ ഏതെങ്കിലും ഒരു സാധനമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പരസ്യം. നമ്മളൊക്കെ പഴയ കാലത്ത് കണ്ടിട്ടുണ്ട്. സ്ഥിരമായി എല്ലാ പത്രങ്ങളിലും വരുന്ന ഒരു പരസ്യമാണ്. എന്തോ ഒരു ടോൺ കുടിച്ചിട്ട് ഇങ്ങനെ മസിലൊക്കെ വെച്ച് നിൽക്കുന്ന ഒരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ള പരസ്യങ്ങളിലൂടെ ആയിരുന്നു വളരെ പരിമിതമായ സ്ഥലങ്ങളിലേക്ക് അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തിരുന്നത്. പുതിയ കാലത്ത് ഈ ഇൻഫ്ലുവൻസേഴ്സ് ആ പണി ഏറ്റെടുത്തു. അതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സിന്റെ പ്രധാന പരിപാടി ഈ മാർക്കറ്റിംഗ് എന്ന സംവിധാനം നമ്മൾ അറിയാതെ, പരസ്യമാണെന്ന് നമ്മൾക്ക് മനസ്സിലാവാതെ നമ്മളിലേക്ക് എത്തിക്കുക എന്നതാണ്. മുമ്പുണ്ടായിരുന്ന ഒരു വ്യത്യാസം, സോഷ്യൽ മീഡിയക്ക് മുമ്പുണ്ടായിരുന്ന വ്യത്യാസം, പരസ്യം ഏതാണ്, വാർത്ത ഏതാണ്, ഡോക്യുമെന്ററി എന്താണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് വ്യത്യാസപ്പെട്ട് മനസ്സിലാകുമായിരുന്നു. ഒരു അഡ്വർടൈസ്മെന്റ് ഒരു ടി-വിയിൽ വരികയാണെങ്കിൽ അവിടെ മേലെ എഴുതി വെക്കും സ്പോൺസേർഡ്. പരസ്യമാണെങ്കിൽ പരസ്യമാണെന്ന് തിരിയും. പക്ഷെ പുതിയ കാല ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു പരിപാടിയിൽ പരസ്യം ഏതാണ് അല്ലാത്ത ഏതാണെന്ന് തിരിയില്ല. പ്രത്യേകിച്ച് അതൊരു പ്രോഡക്റ്റ്, ഇത് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ദയവിൽ ശ്രദ്ധിക്കണം, ഇത് പരസ്യമല്ല കേട്ടോ. ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചൊരു സാധനമാണ്. ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും ഒരു സംതൃപ്തി തോന്നിയതുകൊണ്ട് നിങ്ങളോട് പറയാണ്. ആരും ഇത് മേടിക്കണം എന്നില്ല എന്ന്. അതൊരു പരസ്യമാണ്. ആ പരസ്യത്തിന്റെ ആ ഒരു ചെറിയ ഭാഗം ഷൂട്ട് ചെയ്തിട്ട് 50,000 1 ലക്ഷമോ അക്കൗണ്ടിൽ എത്താതെ ഈ സാധനം എയറിൽ പോവില്ല. അപ്പോൾ പരസ്യം എന്ത് എന്ന് കൃത്യമായ ഒരു അതിർവരമ്പില്ലാതെ നമ്മെ പിടിച്ച് ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സിന് കഴിയും. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ ഒരു വിപണന പരിപാടി പോസിറ്റീവ് വിപണനത്തിൽ മാത്രമല്ല നിൽക്കുന്നത്. 2015 അതൊക്കെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഓസ്ട്രേലിയയിലെ ഒരു പെണ്ണ്, ബെൽ ഗിബ്സൺ എന്നാണ് പേരെന്ന് തോന്നുന്നു. അവർ പറഞ്ഞിരുന്നത് അവര് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ആളാണ്. ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് സാധാരണ ചികിത്സക്കൊന്നും പോകാതെ ഭക്ഷണം ക്രമീകരിച്ചും ചില പ്രത്യേക വ്യായാമങ്ങൾ ചെയ്തും ഞാൻ എൻ്റെ ബ്രെയിൻ ട്യൂമർ മാറ്റി. അവർ സ്വയം തന്നെ ഒരു കുക്ക് ബുക്കും കുക്കറി ഷോയും ഒക്കെ തുടങ്ങുകയും അതിന് ലോകവ്യാപകമായി പ്രചാരത്തിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. പിന്നീടാണ് മനസ്സിലായത് അവർക്ക് ബ്രെയിൻ ട്യൂമർ വന്നിട്ടില്ല. അതോടുകൂടി അത് കേസായി. അവരെ പിടിച്ച ജയിലിലിട്ടു. ചാനലും കംപ്ലീറ്റ് പൂട്ടിച്ചു. പിന്നീട് നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമയാക്കിയിട്ടുണ്ട്. ഇതിന്റെ പേര് ആപ്പിൾ സിഡാർ വിനീഗർ എന്നാണ്. ആപ്പിൾ സിഡാർ വിനീഗർ. ഈ ഡിറ്റോ ഈ കഥയാണ് അവർ സിനിമയാക്കിയത്. അതിനുശേഷം ലോകം മുഴുവൻ ഒരുപാട് സംഭവങ്ങൾ. അമേരിക്ക 2023 ഒരു സ്ത്രീ എങ്ങനെ കുട്ടികളെ എങ്ങനെ വളർത്തണം. അമേരിക്കയിൽ ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഒരു പ്രോഗ്രാം തുടങ്ങി. പാരന്റിങ് ആണ് സംഭവം. 8 പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങി. 2022-23 ഒക്കെ ആയപ്പോഴേക്കും വളരെ കൂടുതൽ പിന്നെ റീച്ചുകൾ കിട്ടുകയും പൈസ ഉണ്ടാവുകയും ബ്രാൻഡ് അംബാസഡേഴ്സ് ആയി മാറുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് ഒരു കുട്ടി രക്ഷപ്പെട്ടിട്ട് നൈബർ എടുത്ത് പോണത്. നോക്കുമ്പോൾ ഈ കുട്ടിക്ക് മാൽന്യൂട്രീഷൻ, ഭക്ഷണമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെ കുറിച്ച് പോലീസ് കൊടുത്തു. പോലീസ് വന്ന് വീട് സെർച്ച് ചെയ്തു.
ഇവർ ഡിഫൈമായി 30 കൊല്ലം ജയിൽവാസത്തിൽ വെച്ചു. പക്ഷെ ആ ഒരു സമയം 2022-23 ആ ഒരു കാലഘട്ടത്തിൽ ഒരു മാസം ഏതാണ്ട് 1.5-2 മില്യൺ ഡോളർ സമ്പാദിച്ച ഒരു ടീമാണ്. കൂടുതൽ ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്യുന്നു, കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് പ്രോഡക്റ്റുകൾ വിൽക്കാനും അത് അഡ്വർടൈസ് ചെയ്യാനും ഒരുപാട് പണം സമ്പാദിക്കാനും കഴിയുന്ന ഒരു മേഖലയാണ് ഇൻഫ്ലുവൻസേഴ്സ്. ഇപ്പൊ അവസാനം നമ്മൾ കണ്ടു കേരളത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്. മിനിയാന്ന് ഒരു യൂട്യൂബറെ മയക്കുമരുന്നുമായിട്ട് പിടിച്ചു. അതിനു മുമ്പ് ഇപ്പോഴും നടക്കുന്ന ഒരു കോൺട്രവേഴ്സി നമുക്കറിയാം. വലിയൊരു യൂട്യൂബർ ബ്ലോഗർ പ്രവർത്തി നടത്തി എന്ന് പറഞ്ഞ് പിടിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചാ വിഷയം. അപ്പോ ഇതിൽ ഒരുപാട് കള്ളക്കളികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേരെ പറയുന്നത് കൊണ്ട് ഇതാണ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു വലിയ ഒരു ലോകം. മില്യൺ കണക്കിന് കാശ് ഇറങ്ങി മറിയുന്ന ഒരു ലോകം. അത് ഏറ്റവും രസമുള്ള ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചിട്ട്. ഞാൻ ഇന്നലെ എൻ്റെ ജനാൾ ഫേവററ്റ് ഒരു പേരക്കുട്ടിനെ വിളിച്ചപ്പോൾ ലബൂബ എന്ന് പറഞ്ഞൊരു ടോയ് വേണം എന്ന് പറയുന്നുണ്ട്. ലബൂബ ഒരു ചെറിയൊരു ടോയ്, ഒരു സ്റ്റഫ് ചെയ്ത ഒരു മോൺസ്റ്ററിന്റെ ചെറിയ ടോയ്. ഈ ടോയുടെ ചരിത്രം 2015 മോൺസ്റ്റർ സീരീസ് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ടോയ് അവതരിപ്പിക്കുന്നത്. അതൊരു ടോയ് അല്ല, ഒരു ക്യാരക്ടർ, അയാളുടെ ചിത്രകഥയിലെ ഒരു ക്യാരക്ടർ. ഈ ക്യാരക്ടർ പിന്നീട് 2019 ആയ സമയത്താണ് തോന്നുന്നു ചൈനയിലെ ഏറ്റവും വലിയ ടോയ് മാർക്കറ്റിംഗ് പോപ്പ് മാർട്ട് ഏറ്റെടുക്കുകയും ആ ടോയ് ഉണ്ടാക്കുകയും ചെയ്തു. വിൽപ്പന നടന്നെങ്കിലും ഭയങ്കരമായിട്ടുള്ള വിൽപ്പന ഉണ്ടായിരുന്നില്ല. 2024 കൊറിയൻ പോപ്പ് മ്യൂസിക് ബ്ലാക്ക് പിങ്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ ഒരു പെണ്ണ് ലീസ, അവളുടെ ബാഗിൽ ഈ ഒരു ടോയ് തൂക്കിയിട്ടിട്ട് ഒരു ഫോട്ടോ വന്നു. ഈ ഒരൊറ്റ ഫോട്ടോയുടെ മേലെ ലോകം മുഴുവൻ ഈമായിട്ട് അതിന്റെ സെയിൽ കൂടി. ഇപ്പോ അതിങ്ങനെ വന്ന് നമ്മുടെ ഒക്കെ മുറ്റത്തും നമ്മുടെ ഒക്കെ പുരയിലും എത്തിയിട്ടേ ഉള്ളൂ. ആ ടോയിനെ കുറിച്ച് അവർ പറയുന്നത് തന്നെ ഏറ്റവും രസമാണ്. ഇറ്റ് ഈസ് അഗ്ലി ബട്ട് ഹഗ്ഗബിൾ. അത് വളരെ വിരൂപമാണ്, പക്ഷെ നമുക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നും. ഇത് ഒരു ചെറിയൊരു ഉദാഹരണമാണ് എങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസർ ഭയങ്കരമായിട്ടൊരു വിപണിയെ മാറ്റിമറിക്കുന്നത് എന്നുള്ളത്. ഇതുപോലെ തന്നെ അതിനെ തളർത്താനും വളർത്താനും കഴിയും. ഇൻഫ്ലുവൻസേഴ്സിന്റെ ഏറ്റവും ചെറിയ ഉദാഹരണം നമ്മൾ ഫുഡ് ബ്ലോഗേഴ്സാണ്. എന്താണ്, ഇല പോലെ നിൽക്കുന്ന ഈ പൊറാട്ടയുടെ മേലെ നല്ല ബീഫിന്റെ കറിയും ഒരു മീൻ പൊരിച്ചതും വെച്ചിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയണത് കേട്ട് നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പാളക്കഷ്ണം പോലത്തെ പൊറാട്ടയും പോത്ത് എപ്പോഴോ ഓടിപ്പോയ ഒരു കറിയും ഒരു മരക്കഷ്ണം പോലത്തെ മീനും ഉണ്ടാവും. പക്ഷെ അതവിടെ നിന്ന് തിന്ന് ഇത് ഇന്നത്തെ കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ബ്ലോഗറെ അടുത്ത ബ്ലോഗ് എന്താന്ന് നോക്കിയിട്ട് അടുത്ത ഷോപ്പിലേക്ക് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം, ഇതിലേതാണ് നേര് ഏതാണ് നേരല്ലാത്തത് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഞാൻ അവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് മറ്റൊരു വിഷയത്തിലൂടെ കടക്കണം. ഇതിനിടയിലൂടെയാണ് വേറെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ നമ്മളെ സ്വാധീനിക്കാനായിട്ട് വരുന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ ഒരു വലിയ ഒരു എന്താ പറയാ ഒരു ചക്രവ്യൂഹത്തിനിടയിലാണ് കുറെ മോട്ടിവേഷൻകാർ ഇറങ്ങി വരുന്നത്. ആരെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയാത്തവൻ വരെ മോട്ടിവേഷനാണ്. പക്ഷേ ചില അപകടങ്ങൾ, വല്ലാത്ത അപകടങ്ങൾ അതിൻ്റെ പിറകിലും ഉണ്ട്. എന്താണ് ഈ മോട്ടിവേഷന്റെ പ്രശ്നം? ശരിക്കും എന്താണ് മോട്ടിവേഷൻ? എന്നെ എന്തിനാണ് ഒരാൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്? എൻ്റെ കഴിവുകളെ ഉദ്ദീപിക്കണമെങ്കിൽ ആദ്യം ഞാൻ എന്താണെന്ന് പറയുന്നതാണ് അറിയണ്ടേ. ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അയാൾ എന്താണ്, അയാളുടെ സ്കിൽ എന്താണ്, അയാളുടെ പോസിറ്റിവിറ്റി എന്താണ്, അയാളുടെ നെഗറ്റിവിറ്റി എന്താണ് എന്നൊക്കെ അറിഞ്ഞാലേ അയാൾക്ക് താല്പര്യമുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ നടത്തുന്ന മാസ് മോട്ടിവേഷൻ ഒക്കെ ഈ മോട്ടിവേഷൻ നടത്തുന്ന ആൾക്ക് എവിടെയാണോ നമ്മൾ എത്തിക്കേണ്ടത് അവിടേക്ക് ഉന്തിക്കൊണ്ടുപോകുന്ന പരിപാടിയാണ്. അത് വലിയ വ്യത്യാസമുണ്ട്. പല മോട്ടിവേഷൻ ക്ലാസ്സുകളും അങ്ങനെയാണ്. ഈ മോട്ടിവേഷൻ പറയുമ്പോൾ ഏറ്റവും രസമുള്ള ഒരു കാര്യം, നമ്മളൊക്കെ വല്ലാതെ എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്. ആൽക്കെമിസ്റ്റ് പുസ്തകത്തിലെ
പൗലോ കൗലോയുടെ ഒരു കൊട്ടേഷൻ. ഒരാളൊരു കാര്യം ശക്തമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അത് വളരെ ശക്തമായ ഒരു ആഗ്രഹമായി വളരുകയും ചെയ്താൽ ഈ ലോകം മുഴുവൻ അയാളുടെ കൂടെ നിൽക്കും, അയാൾക്കത് അച്ചീവബിൾ ആണ്. ഞാൻ കേട്ട മിക്കവാറും എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സിലും ഈ ഒരു പദം പറഞ്ഞാൽ തുടങ്ങാം. നിങ്ങൾക്കറിയോ, പൗലോ കൗലോ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് ആ ഒരു കോട്ടിന്റെ പേരിലാണ്. അത് വല്ലാതെ നമ്മുടെ പ്രവർത്തന വിജയത്തിലേക്ക് എത്താനുള്ള നമ്മുടെ പ്രയത്നങ്ങളെ വല്ലാതെ ലളിതവൽക്കരിച്ചു പോയി എന്ന്. ലോകത്ത് ആരെങ്കിലും അങ്ങനെ ഇരുന്നിട്ട് ഇത്രയും ഡിസയറോട് കൂടി ഞാൻ അതാകണം എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ട് അവനെ ആയവരുണ്ടോ? അതിൻ്റെ കൂടെ പ്രവർത്തനം വേണം. ഇനി എത്രമാത്രം പ്രവർത്തിച്ചാലും എത്രമാത്രം ആഗ്രഹിച്ചാലും എത്തിപ്പെടും എന്ന് ഉറപ്പുണ്ടോ? ഈ ഫെയിലിയർ നമ്മളെവിടെയും കാണൂല. ഈ സക്സസ് മാത്രമേ കാണുള്ളൂ. ശരിക്കും കാണേണ്ടത് ഫെയിലിയർ ആണ്. തോറ്റുപോയ ഒരാളെ പിടിച്ചിട്ട് നീ എന്തൊക്കെയായിരുന്നു എന്റെ പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുകയും ആ പ്രശ്നങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതും പരിഹരിക്കേണ്ടതും എന്ന് അടുത്ത തലമുറയോട് പറയുകയും ചെയ്യുമ്പോൾ അതിന് ഒരു പ്രതിഫലനം ഉണ്ടാവും. അതുകൊണ്ട് തോറ്റവരെ കുറിച്ചുള്ള ഒരു ചർച്ചകളുമില്ല, ജയിച്ചവരെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നു. മോട്ടിവേഷനിലെ ഒരു പ്രധാന പ്രശ്നവും അതാണ്. ഈ കാണുന്ന മോട്ടിവേഷനുകളൊക്കെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യൂ, യു വിൽ ഹാവ് ദി സക്സസ്. ഒരു ഗ്യാരണ്ടിയും സക്സസിനെ കുറിച്ചില്ല. അത് സക്സസ് ആയിക്കൊള്ളുന്നില്ല.